എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല നാടൻ ടേസ്റ്റിലുള്ള കരൾ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇത് ചിക്കൻ്റെ ലിവറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുള്ളതാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചിക്കൻ്റെ ലിവർ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു ലിവർ ഫ്രൈ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാത്രവുമായി ചീനിച്ചട്ടി എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഓയിലും എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, അതുപോലെ 2 ഏലക്ക, 3 ഗ്രാമ്പു ഇതിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു ചെറിയ കഷ്ണം പട്ട വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ് 2 ടേബിൾ സ്പൂൺ. ഒരുപാടങ്ങ് പേസ്റ്റ് ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില, അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒന്ന് കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾ ചതച്ച് തന്നെ ചേർക്കണം, അപ്പോഴാണ് ഇതിന് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത് ചെറു തീയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാളയും അതുപോലെ തന്നെ 8-10 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കരൾ ഫ്രൈ ഒക്കെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉള്ളി ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കണ്ട, ചെറിയ ഉള്ളി മാത്രം ചേർത്താലും മതി. ഈ ചെറിയ ഉള്ളി എന്തായാലും ചേർക്കണം, അപ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാനിവിടെ ഒരുപാട് അങ്ങ് ഓയിൽ ചേർത്തിട്ടില്ല, ഈ ഒരു നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. ഞാനിവിടെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാല. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരളാണ്. ഇത് ചിക്കൻ്റെ ലിവറാണ്, 1/2 കിലോ ഉണ്ട്. വലിയ കഷ്ണങ്ങളാണെന്നുണ്ടെങ്കിൽ ഒന്ന് 2ആയിട്ടൊന്ന് മുറിച്ച് കൊടുക്കാമെന്നാണ്. അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ്റെ ലിവർ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രഷർ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇനി ബീഫിൻ്റെയൊക്കെ ലിവറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മസാലയൊക്കെ ഒന്ന് പുരട്ടിയിട്ട് പ്രഷർ കുക്ക് ചെയ്ത് എടുക്കണം. അപ്പോൾ ചിക്കൻ്റെ ലിവർ അങ്ങനെ പ്രഷർ കുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ വഴറ്റിയെടുക്കാവുന്നതാണ്. ബീഫ് ലിവറും നമുക്കിങ്ങനെ ചെയ്യാം, കൂടുതൽ സമയം എടുത്ത് കുക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഈ ഒരു മസാല. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് കോട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തീ കൂടിപ്പോകരുത്, അടിയിൽ പിടിക്കും. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഈ ഒരു കരളൊക്കെ വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് അവസാനം ഇതിലേക്ക് 2 ചേരുവ നമ്മൾ ചേർക്കുന്നുണ്ട്. അത് 1 ടീസ്പൂൺ കുരുമുളക്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ചീരകം. പെരിഞ്ചീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകമാണ്, ചെറുതല്ല. ചെറിയ ജീരകം ഇതിൽ നമ്മൾ ഇടില്ല, ഇട്ടാൽ ടേസ്റ്റേ മാറിപ്പോവും. അതുകൊണ്ട് വലിയ ജീരകമാണ് നമ്മൾ ഇടേണ്ടത്. ഇത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ആ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കുരുമുളകിൻ്റെ അളവ് ഞാൻ മീഡിയം സ്പൈസിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. കൂടുതലായിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് 1-2 ടീസ്പൂൺ എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു പൊടിച്ച ആ ഒരു മസാല കൂട്ട് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. ഈ പെരിഞ്ചീരകവും കുരുമുളകും കൂടെ അവസാനം ഇതുപോലെ പൊടിച്ചിട്ട് ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഏത് ഫ്രൈ ചെയ്യുമ്പോഴും. ബീഫും ഒക്കെ ആയാലും ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇതിലേക്ക് അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒന്ന് പിഴിഞ്ഞിട്ട് ഒഴിക്കുകയാണെങ്കിൽ ഇതൊരു പ്രത്യേക ടേസ്റ്റ് ഉള്ളൊരു ഫ്രൈ ആയിട്ട് മാറും. ഞാനിവിടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് നല്ല ഡ്രൈ ആക്കി എടുക്കാം. ഈ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട ഉള്ളിയൊക്കെ ഇത് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അവസാനം ഒരു പകുതി നാരങ്ങ അല്ലെങ്കിൽ ഒരു 1/4 മുറി നാരങ്ങയുടെ നീര് ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളിതിൽ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം ഈ ഒരു നാരങ്ങ ചേർക്കുമ്പോൾ നല്ലൊരു പുളിയും നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ ലിവർ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലിവറൊക്കെ ഇഷ്ടമില്ലാത്തവർ പോലും ഇത് ഇഷ്ടപ്പെടും. എനിക്ക് ലിവർ ഇഷ്ടമല്ല, പക്ഷേ ഞാനിതിൻ്റെ കഴിച്ചു. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.